ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له جل عن الشبيه والمثيل والكفر والنظير. وأشهد أن محمدا عبده ورسوله وصفيه وخليله وأمينه على وحيه. أرسله ربه رحمة للعالمين وحجة على العباد أجمعين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ നികല മേഖലകളിലും പരിശുദ്ധ ഖുർആനും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും കൃത്യമായി മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസികളായി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കുമൊക്കെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയതുപോലെ മരണം വരെ ഈ ഭാഗ്യം അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റമദാൻ നമ്മോട് ഇവിടെ പറയാം. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു റമദാൻ നമുക്ക് ലഭിക്കുമോ എന്ന് നമുക്ക് തുറത്ത് പറയാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ മാസം അനുകൂലമായ സാക്ഷി പറയുന്ന സജ്ജനങ്ങളിൽ നാം എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ നോമ്പെടുത്തവന് ശുപാർശ പറയുന്ന പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവന് അല്ലാഹുവിന്റെ മുമ്പിൽ ശുപാർശ പറയുന്ന നോമ്പുകാരിലും ഖുർആൻ പാരായണം ചെയ്തവരിലുമൊക്കെ നമ്മെ നമ്മുടെ മാതാപിതാക്കളെയും ബന്ധപ്പെട്ട ആളുകളെയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള നാളുകൾ വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളാണെന്ന് നമുക്കറിയാം. ആരാധനകളെ കൊണ്ടും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട സമയങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് റമദാൻ മാസത്തിന്റെ അവസാനത്തെ 10 അല്ലാഹുവിന്റെ ഭവനത്തിൽ ഇരിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. റമദാൻ അല്ലാത്ത കാലത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ റമദാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശ്രമിക്കാറുണ്ടായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. പരിശ്രമങ്ങൾ ധാരാളമായി ഉണ്ടാവണം. ഏറ്റവും പ്രധാനമായി അല്ലാഹുവോട് നമ്മൾ ദുആ ചെയ്യണം. പ്രാർത്ഥനയാണ് പ്രധാനം. കാരണം എല്ലാ ഇബാദത്തുകളും ഏത് ഇബാദത്ത് പരിശോധിച്ചാലും അതിൻ്റെ ആകത്തുക പ്രാർത്ഥനയാണ്. നോമ്പിന്റെ അഹ്കാമുകൾ, നോമ്പിന്റെ നിയമങ്ങളെല്ലാം ഖുർആനിൽ പറയുന്നതിന്റെ ഇടയിൽ പത്തട്ടത്തിൽ നോമ്പുമായി ബന്ധമില്ലെങ്കിൽ അല്ലാഹു പറഞ്ഞൊരു കാര്യമുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയെ, എൻ്റെ അടിമകൾ അങ്ങയോട് എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ സമീപത്തുണ്ട് എന്ന് നീ പറയണമെന്ന് ഗുണം പറഞ്ഞിട്ടില്ല. വഇദാ സഅലക ഇബാദി അന്നി ഫഖുൽ എന്ന് ഖുർആനില്ല. അപ്പോ എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ ഇടയിൽ താങ്കളെ സാന്നിധ്യം ആവശ്യമില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പറയണ്ട, എന്നെ സംബന്ധിച്ച് എൻ്റെ അടിമകൾ അങ്ങയോട് ചോദിച്ചാൽ ഞാനിവിടെ ഉണ്ട്. ഉജീബു ദഅവത്തല്ലാഹി, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നു. ഇതാ ദാനി, അവൻ എന്നോട് ദുആ ചെയ്യണം. എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനായി ഞാൻ സമീപത്തുണ്ട്. അതുകൊണ്ട് അവർ എന്റെ വിളിക്ക് ഉത്തരം നൽകട്ടെ, എന്നിൽ വിശ്വസിക്കട്ടെ, അവർ നിർമാർഗം പ്രാപിച്ചേക്കാം. പിന്നെയും പറയുന്നത് നോമ്പിന്റെ വർത്താനം. അപ്പൊ നോമ്പ് വേളയിൽ വളരെ പ്രധാനമായി നമ്മൾ നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് ദുആ. നമുക്കറിയാം, നമ്മുടെ പ്രവാസികൾ പ്രവാസ ലോകത്ത് മാത്രമല്ല, അവർക്ക് പ്രയാസത്തിലാണ്. ആ പ്രയാസം നമ്മുടെ വീടുകളിലേക്ക് വരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി ഗ്യാസ് കിട്ടാനും വേണ്ടി വലിയ ക്യൂ ആണ് നിങ്ങളുടെ നാട്ടിലൊക്കെ അനുഭവപ്പെട്ടു. ബുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. മനുഷ്യന്റെ സാധാരണ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ വരാൻ പോകുന്നുള്ളൂ. എല്ലാവരും ദുആ ചെയ്യാം. അല്ലാഹു സമീപത്തുണ്ട്. അല്ലാഹുവോട് ദുആ ചെയ്യുന്നവരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും. ആ ഒരു ബോധ്യമുള്ളവരാണ് നമ്മൾ. പക്ഷെ അല്ലാഹുവോട് ദുആക്കണം. കാരണം ദുആ എന്ന് പറഞ്ഞാൽ അത് ആരാധനയാണ്. ആരാധന അല്ലാഹുവിന്റെ മാത്രം എന്ന് പറയാത്ത ഒരാളില്ലല്ലോ നമ്മളെ കൂട്ടത്തിൽ. മുസ്ലിമീങ്ങൾ ആരാധന അല്ലാഹുവിന്റെ മാത്രമാണ്. പ്രാർത്ഥന ആരാധനയാണെങ്കിൽ ആ പ്രാർത്ഥനയും അല്ലാഹുവോട് മാത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് പറഞ്ഞിട്ട് സൂറത്ത് ഗാഫിറിൽ ഒരു വചനം വായിച്ചു കേൾപ്പിച്ചു. ക്ലിയർ കുറവുണ്ടാവും. നിങ്ങളത് വിട്ട് നിൽക്കാൻ ചെയ്യും. ശരി പറഞ്ഞു. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട്, എന്നോട് ദുആ ചെയ്യൂ, ഞാൻ ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീന. എന്നോട് ദുആ ചെയ്യൂ, ഞാൻ ദുആക്ക് ഉത്തരം നൽകാമെന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത്? എന്നോട് പ്രാർത്ഥിക്കുന്നതിനെ തൊട്ട് അഹങ്കരിച്ച് പിന്മാറുന്നവനെന്നല്ല, എന്നെ ആരാധിക്കുന്നതിനെ തൊട്ട് അഹങ്കരിച്ച് പിന്മാറുന്നവൻ. അപ്പൊ ആ പറഞ്ഞ ദുആവും ഈ പറഞ്ഞ ഇബാദത്തും രണ്ടും
ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. സൂറത്ത് മറിയമിന്റെ ആരംഭത്തിൽ കാണാം. وإذ قال إبراهيم لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. അപ്പൊ ഇന്ദ്രിയങ്ങളിൽ കേൾക്കാത്ത കാണാത്ത ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത വസ്തുവിനെ ആരാധിക്കുന്നത്. യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യുഅ്തിക ഫത്തബിഉനി അഹ്ദിക സിറാത്തൻ സവിയ്യാ. അപ്പൊ നിങ്ങൾക്ക് കിട്ടാത്ത പേര് എനിക്ക് കിട്ടി. എന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഞാൻ നിങ്ങളെ നേരായ മാർഗത്തിലേക്ക് ക്ഷണിക്കാം. നേരായ മാർഗത്തിലേക്ക് ഞാൻ നയിക്കാം. യാ അബത്തി ലാ തഅബ്ദു ശൈത്വാന. ഉപ്പാ നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്. കാരണം പിശാച് റഹ്മാനായ അല്ലാഹുവിന്റെ ശത്രുവാണ്. യാ അബത്തി ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ. അപ്പാ എന്റെ റഹ്മാനായ അല്ലാഹുവിന്റെ ശിക്ഷ അപ്പാനെ ബാധിക്കുന്നത് ഞാൻ ഭയപ്പെടുന്നു. അപ്പ വാപ്പാന്ന് വിളിച്ചങ്ങനെ ഉപദേശിച്ചു. അപ്പൊ പറഞ്ഞു ഇബ്രാഹിമേ, എന്റെ ഇലാഹുകൾ വിട്ട് നീ ആഗ്രഹിക്കുകയാണ്. ലൈലം തന്തഹി ഇബ്രാഹിമേ, നിന്റെ ഈ ദഅവാ നീ നിർത്തിവെച്ചിട്ടില്ലെങ്കിൽ, അല്ല ഈ തൗഹീദ് പറയാൻ നിർത്തിയില്ലെങ്കിലല്ല നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലും ഇബ്രാഹിമേ. നമ്മള് പറയാം പോടാവിടുന്നതല്ലേ, അതങ്ങി പോടാവിടുന്നു. അപ്പാ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. ഇവിടെ ദാപത്ത് ചെയ്യുന്നവന്റെ മര്യാദ ഗുണം പഠിപ്പിക്കുന്നു. ആട്ടി വിട്ടിട്ട് പോലും സലാമുൻ അലൈക, അങ്ങേക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ. റബ്ബേ, എന്ന റബ്ബിനോട് താങ്കൾക്ക് ഞാൻ പാപമോചനം തേടാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി പാപ്പാനോട് പറഞ്ഞതാണ്. പിന്നെ ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്കുണ്ട്, وأعتزلكم وما تدعون من دون الله وأدعو ربي عسى ألا أكون بدعاء ربي شقيا. ഞാൻ നിങ്ങളെയും നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെയും കൈവയ്ക്കുന്നു. റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്യുന്നു. ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്യുന്നതിൽ നിർഭാഗ്യവാൻ ആകാതിരുന്നേക്കാം. നിങ്ങൾ അല്ലാഹുവിന് പുറമെ പ്രാർത്ഥിക്കുന്നതിനും കൈവയ്ക്കണം. പിന്നെ പറയുന്നത് فلما اعتزلهم وما يعبدون من دون الله. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെയും അവർ ആരാധിക്കുന്നതെയും കൈവച്ചപ്പോൾ, നേരത്തെ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ഞാൻ കൈവയ്ക്കുന്നു. കൈവച്ചതോ അവർ ആരാധിക്കുന്നതിനെയും കൈവച്ചു. അപ്പൊ ആ പറഞ്ഞ തതുവരെയും ഈ പറഞ്ഞ യാബുദു രണ്ടും തന്നെ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ആരാധന. അത് അല്ലാഹുവോട് മാത്രം, അത് വേറൊരാളെ മുമ്പിൽ പറ്റില്ല. പിന്നെ നമുക്ക് ദ്വാരം ചെയ്യാൻ വസീയത്ത് ചെയ്യാം. ഇത് വസല്ലേ, ഒരാളെ കാണുന്ന സമയത്ത് ദ്വാരക്കണോട്ടോന്ന് പറയാം. സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ സ്വഹാബാക്കളോട് ദ്വാരക്കണോട്ടോന്ന് പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു നബിയുടെ സന്തത സഹചാരിയായിരുന്നു, പരിചാരകനായിരുന്നു. ഒരിക്കൽ റബീഅത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞു, റബീഅത്ത് എനിക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചോന്ന് പറഞ്ഞു. റബീഅത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നah. ഇമാം മുസ്ലിം ഉദ്ധരിച്ചത് അങ്ങനെയാണ്. റബീഅത്ത് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയെ, നാളെ പരലോകത്ത് വരുമ്പോൾ അങ്ങയോടൊപ്പം ഇതുപോലെ അങ്ങയുടെ സന്തത സഹചാരിയായി ജീവിക്കണം. കഥ അതിന് വേണ്ടി എന്ത് ദുആ ചെയ്യണമെന്നാണ്.
ഖുർആനിൽ ഇതൊക്കെ ദുആ തന്നെ പറഞ്ഞിട്ടുണ്ട്. നബിയോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബി തിരിച്ചു ചോദിച്ചു, അവ വൈറദാലിക്ക, ഇതല്ലാതെ വേറെന്തെങ്കിലും ചോദിക്കാണ്ടോ? നബി എന്ന് പറഞ്ഞു, അതന്നെ എന്റെ ചോദ്യം, വേറൊന്നും മണിക്കത് കിട്ടിയാൽ മതി. അപ്പൊ നബി എന്താ പറഞ്ഞാ, കുടിച്ചോന്ന് പറഞ്ഞോ? ആ, സ്വർഗം പറഞ്ഞില്ല, പറയാൻ കഴിയൂല, നബിക്ക് സ്വർഗം കൊടുക്കാൻ കഴിയൂല. നബി എന്താ പറഞ്ഞത്? റബിയത്തെ ധാരാളമായി സുജൂദ് ചെയ്തു ഖിയാമുൽ ലൈൽ നിർവഹിച്ചു, നീ എന്നെ സഹായിക്കണം, ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാം. ഞാൻ ദുആ ചെയ്യുന്നത് അല്ലാഹു ഖബൂൽ ചെയ്യണമെങ്കിൽ നീ പണിയെടുക്കണം. അതായത് വരക്കാണ്ടെന്ന് പറഞ്ഞാൽ പോരാ, വരക്കാർക്കും കറന്നു കൊടുക്കാം, പക്ഷേ നമ്മളതിന്റെ പണിയെടുക്കണം. എന്റെ ദുആ സ്വീകരിക്കാൻ നീ സുജൂദ് വർദ്ധിപ്പിക്കണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഅത്ത് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു. ഇമാം ബുഖാരി ധരിക്കുന്ന വേറൊരു ബഹുമാനപ്പെട്ട അതാഹു ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു അബ്ബാസ് എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ അവകാശികളിൽപ്പെട്ട ഒരു സഹോദരിയെ നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ഇബ്നു അബ്ബാസ് പറഞ്ഞത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സഹോദരിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഹാദിഹിൽ മർഅത്തു സൗദാഇ, കറുത്ത നിറത്തിലുള്ള പെണ്ണ്. അതത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പെണ്ണ് നബിയുടെ അരികിൽ വന്നു. നബിയോട് പറഞ്ഞു, നബിയെ, ഇന്നി ഉസ്റഹു വ അതകശഫു, തലകറക്കം വന്നുകൊണ്ട് ഞാൻ താഴെ വീഴാറുണ്ട്, അബോധാവസ്ഥയിലാകാറുണ്ട്. വൈന്നി അതകശഫു, എന്റെ വസ്ത്രങ്ങളൊക്കെ മാറിപ്പോകാറുണ്ട്, ഞാൻ വിവസ്ത്രയാവാറുണ്ട്. അതുകൊണ്ട് ഫദ്ഉല്ലാഹു തആല ലി, നബിയെ എനിക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യണം. നബി, എന്റെ തലകറക്കം മാറ്റിത്തരണേ, എന്റെ അസുഖം മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ടില്ല. അതിന് നബിക്ക് കഴിയൂല, അത് അള്ളാന്റെ പണിയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരിയോട് പറഞ്ഞു, ഇൻ ശിഅ്തി സബർതി വലകിൽ ജന്ന, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട് പെണ്ണേ. അതല്ല, ഞാൻ ദുആ ചെയ്യണോ എങ്കിൽ ഞാൻ ദുആ ചെയ്യാം. പെണ്ണ് പറഞ്ഞു, നബിയെ അസ്ബിറു, ഞാൻ ക്ഷമിക്കാം, എനിക്ക് സ്വർഗം കിട്ടുമല്ലോ. എന്റെ വസ്ത്രങ്ങളൊക്കെ നീങ്ങിപ്പോകാറുണ്ട്, ഫദ്ഉല്ലാഹി, അത് മാറിക്കിട്ടാൻ അങ്ങ് ദുആ ചെയ്യണം. നബി ആ പെണ്ണിന് വേണ്ടി ദുആ ചെയ്തു. നമ്മളെ പെണ്ണുങ്ങളൊക്കെ ബോധമുള്ള സമയത്ത് തന്നെ വസ്ത്രം പുറത്താണ്. സഹാബി വനിത ബോധം കെട്ട് വീഴുമ്പോൾ വസ്ത്രം മാറിപ്പോകുന്നു, അതൊന്നും മാറിക്കിട്ടാൻ ദ്വാരക്കണം എന്ന് നബിയോട് പറയുന്നതാണ്. അപ്പൊ ദ്വാ ചെയ്യാൻ നമുക്ക് ആരോടും വസിയത്ത് ചെയ്യാം. അതല്ലാതെ അള്ളാഹു അല്ലാത്തവരോട് ദ്വാ ചെയ്യരുത്. ആ ദ്വാ അള്ളാഹു കബൂലാക്കുന്നത് ശിർക്കാണ്, ആ പാപമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അള്ളാഹു തൗഹീദ് മനസ്സിലാക്കി അള്ളാഹുവോട് മാത്രം ദ്വാ ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങൾ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്താൻ കഴിയുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസാഇൽ 5 ആയത്തുകളുണ്ട്. ഒഴിവുള്ള സമയത്ത് അമാനമാരുടെ തഫ്സീറൊന്ന് വായിച്ചു നോക്കണ്ടേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സൂറത്തുൻ നിസാഇലെ 5 ആയത്തുകൾ ഈ ഭൗതിക ലോകം മുഴുവനും എനിക്ക് കിട്ടുന്നതിനേക്കാൾ ഏറെ ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമുള്ള ആയത്താണ്. അതിനേക്കാൾ വലിയ ഒന്നെനിക്ക് ഇഷ്ടമായിട്ട് ഭൂലോകത്ത് പറഞ്ഞില്ല. അത് 31 ആയത്താണ്. ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. നിങ്ങളോട് വിലക്കപ്പെട്ട വൻ പാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറിയ പാപങ്ങളൊക്കെ നമ്മൾ പുറത്തിടണം. വല്ലാത്തൊരു സമാധാനം. ചെറിയ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി നമ്മൾ പശ്ചാത്തപിക്കേണ്ട ആവശ്യമില്ല. വൻ പാപങ്ങളിൽ നിന്ന് മാറി നിന്നാൽ തന്നെ ചെറിയ പാപങ്ങൾ അള്ളാഹു പൊറുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ആശ്വാസം. രണ്ടാമത്തത് 40-ാമത്തെ ആയത്ത്.
ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ. അള്ളാഹു ഒരു മനുഷ്യനോടും അളവ് അനീതി കാണിക്കുകയില്ല. ഹസനത്തല്ല, അണുവളവ് നന്മയാണെങ്കിൽ അത് ഇരട്ടി ഇരട്ടിയായി അള്ളാഹു പ്രതിഫലം നൽകും. അളവ് പോലും അള്ളാഹു ആരോടും തുല്യ ചെയ്യൂല. അളവ് നമ്മളൊരു നന്മ ചെയ്താൽ അള്ളാഹു അത് 10 ഇരട്ടി 700 ഇരട്ടി വരെ ആക്കിയിട്ട് തരും. വല്ലാത്തൊരു സമാധാനം. 48 ആയത്താണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹുവിൽ ശിർക്ക് വെച്ചത് അല്ലാഹു ഒരിക്കലും പൊറുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് അല്ലാത്ത എല്ലാ പാപങ്ങളും അല്ലാഹു ഒത്തുകൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ശിർക്ക് അല്ലാഹു പൊറുക്കൂല എന്ന് പറഞ്ഞാൽ എന്താ? ശിർക്ക് ചെയ്തവൻ അതിന്റെ പശ്ചാത്താപമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കാതെ മരിച്ചു പോയാൽ ആ ശിർക്ക് അല്ലാഹു പൊറുക്കൂലെന്നാണ്. അതല്ലാതെ ശിർക്ക് ഇസ്ലാമിൽ വന്നാൽ പൊറുക്കൂലെന്നല്ല. എത്ര സ്വഹാബത്തിനകത്ത് ശിർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശിർക്ക് പൊറുക്കൂല എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്തവൻ ശിർക്കിന്റെ പശ്ചാത്താപമില്ലാതെ ഷഹാദത്ത് വരുമ്പോ ചൊല്ലി മുസ്ലിം ആവാതെ മരിച്ചാൽ പൊറുക്കൂലെന്നാണ്. എന്നാൽ ശിർക്ക് അല്ലാത്ത ഏത് വലിയ പാപമാണെങ്കിൽ, കൊലപാതകമാണെങ്കിൽ പോലും ഒരാൾ പശ്ചാത്തപിക്കാതെ മരിച്ചു പോയാൽ അല്ലാഹു ആ പാപം പുറത്തേക്കാം. വല്ലാത്തൊരു സമാധാനമാണ്. ഇപ്പൊ നോക്കുമ്പോൾ ഒരാള് ആത്മഹത്യ ചെയ്തു, കാറ് കെട്ടി തൂങ്ങി മരിച്ചു. ഓരോ മരണം തന്നെ തെറ്റാൻ ഒന്നിന്റെ പശ്ചാത്താപിക്കാന്നുള്ള ഉറപ്പാണല്ലോ. അവിടെ മരിച്ചല്ലോ. ഓരോ ജനാസ്കരിക്കണ്ടേ? നമ്മള് തൂങ്ങി മരിച്ചാൽ ജനാസ്കരിക്കണം. മുസ്ലിമാ. ഓന്റെ ജനാസ സംസ്കരിക്കാൻ അവന്റെ ജനാസ പള്ളിയിൽ കൊണ്ടുവച്ചൊരു 4 സഫ് മുവഹിദുകളായിട്ടുള്ള 40 ആളുകൾ. എല്ലാരും പറ്റൂല പണിക്ക്. തൗഹീദുള്ള 40 ആളുകൾ അവന് വേണ്ടി അല്ലാഹുവൻ നല്ലവരാണെങ്കിൽ അവന്റെ നന്മകൾ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം. മോശപ്പെട്ടവരാണെങ്കിൽ, തെറ്റ് ചെയ്തവരാണെങ്കിൽ അല്ലാഹു നീ അവന് മാപ്പ് നൽകണമെന്ന് 40 മുവഹിദുകൾ അവന് വേണ്ടി ദുആ ചെയ്താൽ അന്ന് പുറത്തേക്കാം. പശ്ചാത്താപമില്ലാതെ ഒരാൾ മരിച്ചാലും ഏത് പാപങ്ങളും അല്ലാഹു പൊറുക്കുമെന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ എന്തൊരു സമാധാനം. അതാണ് അല്ലാഹു പറയുന്നത്. ദുനിയാവിലുള്ള സകലത്തിനെ കുറിച്ച് ഇഷ്ടമുള്ള രാജാണ്. അടുത്തത് 64 ആയത്താണ് തോന്നുന്നത്. നോക്കണ്ടേ? ولو أنهم ظلموا أنفسهم جاءوك واستغفر لهم الرسول لوجدوا الله توابا رحيما. തെറ്റ് ചെയ്ത ആളുകൾ, നബിയോട് തെറ്റ് ചെയ്ത ആളുകൾ നബിന്റെ അടുത്ത് പോയി മാപ്പ് ചോദിച്ച് നബിയും അവരും അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ അല്ലാഹു പാപം പൊറുക്കും. ഇനി 110 ആയത്ത്, 5 ആയത്ത്. ومن يعمل سوءا أو يظلم نفسه. ആര് അക്രമം ചെയ്യുന്നുവോ, ആര് തെറ്റ് ചെയ്യുന്നുവോ, ثم يستغفر الله بمن അല്ലാഹുവിനോട് അവൻ പാപമോചനം തേടിയാൽ يجد الله غفورا رحيما. പാപം പൊറുക്കുന്നവനായി തൗബ സ്വീകരിക്കുന്നവരെ അല്ലാഹുവിനെ കാണാൻ കഴിയുന്നതാണ്. അപ്പൊ എന്ത് തെറ്റ് ചെയ്താൽ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ അല്ലാഹു പൊറുക്കും. ഈ 5 ആയത്തുകൾ വിശ്വാസികൾക്ക് വലിയ ആശ്വാസം. അവരുടെ സഹോദരങ്ങള് അറിഞ്ഞും അറിയാതെയൊക്കെ തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. ശുദ്ധ റമദാനിൽ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, പശ്ചാത്തപിക്കുക, തൗബ ചെയ്യേണ്ട സമയമാണ്. ഈ തൗബ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ചെയ്യല, വേറെ ചൊല്ലി കൊടുക്കേണ്ട സംഗതിയല്ല. അല്ലാഹുവോട് പശ്ചാത്തപിച്ച് നമ്മൾ മടങ്ങുക, അല്ലാഹു പൊറുക്കും. എത്ര വലിയ തെറ്റ് ചെയ്താൽ അല്ലാഹു പൊറുക്കും. അവർ പൊതുവിട്ടത് പറഞ്ഞു. ബഹുമാനപ്പെട്ട വഹ്ശ് റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു കൊന്ന മനുഷ്യനാണ്. ഉഹുദിൽ വെച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടുപടി കൊണ്ട് എറിഞ്ഞു വന്നാണ് വഹ്ശ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കരളെടുത്ത് കടിച്ചു തുപ്പിയ പെണ്ണാണ് ഹിന്ദ്. അവർക്കൊക്കെ അല്ലാഹു മാപ്പ് കൊടുത്തു.
അള്ളാഹ് പറഞ്ഞു لا تقنطوا من رحمة الله قل يا عبادي الذين أسرفوا على أنفسهم സ്വന്തത്തോട് ദുൽമ ചെയ്ത അടിമകളെ എന്ന് വിളിച്ചിട്ട് പറയാൻ വേണ്ടി അള്ളാഹ് പറയാം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹി അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത് കേട്ടോ. ആ പ്രതീക്ഷ പോയി. ഞാൻ പറഞ്ഞു വന്നത് ഇസ്തിഗ്ഫാറിന്റെ തൗബയുടെ സമയമാണ്. നമ്മളെല്ലാവരും അല്ലാഹുവോട് ദുആ ചെയ്യാം. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമുള്ള ആരാധനയാണ്. മുവഹ്ഹിദുകളായി ജീവിക്കുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وصلى الله وسلم وبارك عليه وعلى آله الطيبين الطاهرين وأصحابه الغر الميامين. واتصلت عين بنظر ووعت أذن بخبر وسلم تسليما كثيرا. أوصيكم وإياي ثانيا بتقوى الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വളരെ പ്രധാനമായ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോ ആരാധനകളെ കൊണ്ട് ധന്യമാക്കേണ്ട സമയങ്ങളാണ്. ഒരു ആരാധനാ കർമ്മം നമ്മൾ നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ചെയ്യുന്നതിന് ആത്മാർത്ഥത വേണം. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം. അതിന് ഇഖ്ലാസ് എന്നാ പറയാം. നിയ്യത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു അമൽ ചെയ്യുന്നതിന്റെ മുമ്പ് ആ അമൽ ചെയ്യുന്നുവെന്ന് മനസ്സിൽ കരുതുക. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന അമൽ അള്ളാഹ്ക്ക് വേണ്ടി എന്ന് മാത്രം കരുതും. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് കരുതാൻ. അപ്പൊ ഇഖ്ലാസ് എന്ന് പറയും. അപ്പൊ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അള്ളാഹു അമൽ സ്വീകരിക്കും. ഒന്ന്. രണ്ടാമത്തത്, ഇഖ്ലാസോടുകൂടെ ചെയ്യുന്ന അമൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്തുകൊണ്ടാകണം. ഇഖ്ലാസ് ഇപ്പോ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റൂലെങ്കിലും കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ നമുക്ക് തോന്നും ഭയങ്കര ഇഖ്ലാസാണ്. ചിലപ്പോൾ നമ്മൾ പറയില്ലല്ലോ ഭയങ്കര മുഖലിസാണ്. എന്ത് മുഖലിസാണെങ്കിൽ നമുക്കറിയാം ഇഖ്ലാസ് മനസ്സിലായി. അപ്പം ബാഹ്യമായ പ്രകടനം കാണുമ്പം ഇഖ്ലാസുള്ള പ്രവർത്തനം നിങ്ങൾ പറഞ്ഞു പോകാനുണ്ട്. എന്നാൽ അമൽ അല്ലാഹു സ്വീകരിക്കാൻ രണ്ടാമത്തെ നിബന്ധന അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തുകൊണ്ടാവണം ചെയ്യുന്നത്. ചെയ്യുന്ന നിസ്കാരമായിക്കോട്ടെ നോമ്പായിക്കോട്ടെ പുതിയ സംഗതി ഒന്നുമല്ല. ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അത് നബിയെ ഫോളോ ചെയ്തുകൊണ്ടാവണം. നബിയെ ഇത്തവണ ചെയ്തുകൊണ്ടാണ് താൻ ചെയ്യുന്ന അമലിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടാൻ 6 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു ദീർഘിപ്പിച്ച് പറയാൻ സമയമില്ല. ജുമുഅത്ത് വേണം. ഒന്നാമത്തത്, നമ്മൾ ചെയ്യുന്ന അമൽ കാരണങ്ങളിൽ ശറഹിനോട് യോജിക്കണം. അതായത് ശറഹ് നിശ്ചയിച്ച ഒരു കാരണത്തിന് വേണ്ടി ആവണം നമ്മൾ ചെയ്യട്ടെ. അപ്പൊ നമ്മൾ പള്ളി വരുന്നു, 2 റക്അത്ത് നിസ്കരിച്ചു, ഓക്കെ. കാരണം 2 റക്അത്ത് നമസ്കരിക്കാൻ പള്ളിയിൽ ഉപയോഗിക്കുക എന്നൊരു കാരണം, ഒരു സബബ് ശറഹ് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരാൾ തീരുമാനിക്കുക ഞാനൊരു വീടൊക്കെ ഉണ്ടാക്കി ഞാൻ വീട്ടിൽ കയറുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചിരുന്നു, പാസാക്കി. വീട്ടിൽ കയറുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കാൻ പാസാക്കി, ശരിയാവില്ല. കാരണം 2 റക്അത്ത് നമസ്കരിക്കുന്നതിന് വീട്ടിൽ കയറുക എന്ന് ശറഹ് പറഞ്ഞിട്ടില്ല. ഉംറക്കൊക്കെ പോകുന്ന ആളുകൾ മലന്റെ മുകളിൽ കയറി ഹിറായിലൊക്കെ കയറി 2 റക്അത്ത് നിസ്കരിച്ചു. മല കയറുക എന്നൊരു കാരണം ശറഹ് നിശ്ചയിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ദീൻ നിശ്ചയിക്കാത്ത ഒരു കാരണത്തിന് വേണ്ടി ഒരു ദിക്റ് പോലും ചെല്ലാൻ പാടില്ല. സാധാരണ സ്തോത്രം എപ്പോഴും ചെല്ലാം, ചിലപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരാൾ തീരുമാനിക്കുകയാണ് ഖുർആൻ ഓതുമ്പോൾ 3 സ്തോത്രം ചെല്ലണം, അങ്ങനെ ശറഹ് നിശ്ചയിച്ചിട്ടില്ല. രണ്ടാമത്തത് ജിൻസിൽ യോജിക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. റമദാൻ മാസമാണല്ലോ, ഫിത്ർ സക്കാത്തൊക്കെ നമ്മൾ കൊടുക്കും. സാന്ദർഭികമായി പറയണം, പുതിയ പള്ളിയാണ്, പുതിയ സംവിധാനങ്ങളാണ്. എല്ലാവരും കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മിറ്റി നിശ്ചയിക്കുന്ന സംഖ്യ കൊടുക്കണം. അത് വ്യവസ്ഥാപിതമായ രൂപത്തിൽ അത് കൈകാര്യം ചെയ്യണം. അപ്പം എല്ലാവരും വെക്കൊന്നും കാശ് സംഘടിപ്പിച്ചു നമ്മൾ തീരുമാനിക്കും. അല്ലപ്പം നമ്മൾ അരി കൊടുക്കണ്ട, എല്ലാവരും കാശായിട്ട് കൊടുത്താലോ, അല്ലെങ്കിൽ ഡ്രസ്സ് ഉണ്ടാക്കി എല്ലാവരും ഡ്രസ്സ് കൊടുക്കാം, ശരിയാവില്ല. കാരണം ജിൻസ് മാറി.
ഫിത്ർ കൊടുക്കേണ്ടത് ഓരോ നാട്ടിലും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഭക്ഷണം, ജിൻസ് വരാൻ പാടില്ല. മൂന്നാമത്തത് ഖദർ എന്ന് പറഞ്ഞ അളവ്. ഒരാൾ സക്കാത്ത് കൊടുക്കും, 2.5% സക്കാത്ത് കൊടുക്കേണ്ടുള്ളൂ. 2.5%, 5% കൊടുക്കട്ടെ ഞാൻ എന്ന് പാസാക്കി, അത് സക്കാത്താവൂല. സക്കാത്ത് ഷറഅ് പറഞ്ഞ ആ കണക്കിൽ കൊടുക്കും. സുബഹി നിസ്കാരം കെടുക്കും. നമ്മൾ 33 തവണ സുബ്ഹാനല്ലാഹ് പറയും. നമുക്ക് ആർക്കും ഒരു ഷൗറുമില്ല, തീരുമാനിക്കും. 33 നമ്മൾ 313 ബദരീങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഒരു 313 സുബ്ഹാനല്ലാഹ് ചെല്ലിയാലൊക്കെ ഉണ്ടാവും. എണ്ണത്തിൽ ചെയ്യുന്ന അമൽ ഷറഅിനോട് യോജിക്കണം. പിന്നെ ആദ്യം കൈഫിയ ഫിത്റിന്റെ പൈസ ഒക്കെ സംഘടിപ്പിച്ച് കമ്മിറ്റി അരിയൊക്കെ വാങ്ങി കീസിലാക്കി എല്ലാവരും കൂടെ ഈദ്വാരം ഉണ്ടായിച്ചു. എല്ലാം സൗകര്യമല്ലേ. പെരുന്നാൾ നിസ്കാരം കയറ്റി പോകുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങോട്ട് കൊടുക്കാം, അങ്ങോട്ട് പാസ്സാക്കി. ശരിയാവില്ല. കാരണം ഇത് കൊടുക്കേണ്ട ഈ രീതി അങ്ങനെയല്ല. അല്ലെങ്കിൽ ഓരോരുത്തരും ഇങ്ങനെ ഫിത്ർ സക്കാത്ത് കൊടുക്കുക, അതിന്റെ രീതി അങ്ങനെയല്ല. എല്ലാം സംഘടിതമായിട്ടാണ് വിവരം ചെയ്യേണ്ടത്. അപ്പൊ ചെയ്യുന്ന ആ രീതിയിൽ ഇതൊക്കെ ഷറഅിനോട് യോജിക്കണം. പിന്നെ സ്ഥലം, നമ്മൾ ഈദ്ഗാഹിന് വേണ്ടി പള്ളിയിൽ മുസല്ലയിൽ വന്നു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ അവിടെ നമ്മൾ തക്ബീർ ചൊല്ലല. അവിടെ ഇങ്ങനെ ഖുർആൻ ഓതുക, അത് ഖുർആൻ ഓതുന്ന സ്ഥലമല്ല. ഈദ്ഗാഹിന് വന്നു കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലുന്നുണ്ട്. ഇപ്പൊ സുജൂദിലാണെങ്കിൽ സുജൂദിൽ ഖുർആൻ പറഞ്ഞില്ല, സുജൂദ് പ്രാർത്ഥന. അപ്പൊ നമ്മൾ ചെയ്യുന്ന അമലുകൾ ഷറഅിനോട് ഈ കാര്യങ്ങളൊക്കെ യോജിച്ച് വന്നെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുതാപനം വന്നു എന്ന് പറയാൻ പറ്റും. അപ്പം ഇഖ്ലാസോടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുകൊണ്ട് നമ്മൾ അമൽ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യും എന്നാണ് ഖുർആനും ഹദീസും ഒക്കെ പറഞ്ഞത്. അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക. ഖുർആൻ പാരായണം ചെയ്യുക, പഠിക്കുക, അത് പ്രയോഗവൽക്കരിക്കുക, ജനങ്ങളോട് ലാഭത്ത് ചെയ്യുക, അതിനൊക്കെ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم اشف أمراضنا وأمراض مرضانا يا شافي الأمراض. لا شفاء إلا شفاءك وأنت الشافي يا كريم يا ودود يا الله. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تحول به علينا مصائب الدنيا. اطير اللهم في أسمائنا وأبصارنا وقواتنا ما أحييتنا. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين برحمتك يا أرحم الراحمين.